എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുഞ്ഞനിയന്മാരെ അനിയത്തിമാരെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ NMMS എക്സാം വഴി 48,000 രൂപ സ്കോളർഷിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ NMMS എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് ഈ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ എന്താണ് NMMS പരീക്ഷ, ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഇതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ്. ആർക്കൊക്കെ ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ പറ്റും? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എക്സാം ആണ്. സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത് 48,000 രൂപയാണ്. 12,000 രൂപ വീതം 4 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപരിപഠന ചെലവുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പൈസ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് പാരന്റ്സിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യത്തിന് വീട്ടുകാരോട് സഹായം ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ 9ാം ക്ലാസ് മുതൽ 9, 10, +1, +2 വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചെലവിന് ഈ കാശ് നിങ്ങൾക്ക് ഉപകരിക്കും. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ വർഷം 12,000 രൂപ വീതം 48,000 രൂപയാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. അടിസ്ഥാന യോഗ്യത 7ാം ക്ലാസ്സിൽ 55% മാർക്ക് വാങ്ങി പാസ്സായിട്ടുണ്ടാവണം. ഇപ്പൊ 8ാം ക്ലാസ്സിലാണ് നമ്മൾ എക്സാം എഴുതുക, 7ാം ക്ലാസ്സിൽ ഇത്രയും മാർക്ക് ഉണ്ടാവണം. SC ST കുട്ടികളാണെങ്കിൽ 50% മാർക്കാണ് വേണ്ടത്. ചെറിയൊരു റിഡക്ഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബാക്കി കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ ഉള്ളത്. മക്കളെ, 2 പേപ്പർ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. സാറ്റ്, മാറ്റ് എന്ന് പറഞ്ഞ 2 പേപ്പർ. ഒന്നാമത്തെ പേപ്പർ മാറ്റ് ആണ്, മെന്റൽ എബിലിറ്റി. ഓക്കെ, രണ്ടാമത്തത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാറ്റ് ആണ്. ഓക്കെ, ഈ 2 ടൈപ്പ് എക്സാമും 90 മാർക്കിന് വീതം ഉണ്ടാവും. മാറ്റും 90 മാർക്ക്, അതേപോലെ സാറ്റും 90 മാർക്ക്. ഇത് ഓരോന്നും എന്താണ് ഈ മാറ്റ്, എന്താണ് ഈ സാറ്റ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാറ്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ പാറ്റേൺ, സീരീസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ചിത്രങ്ങൾ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, പല പല പാറ്റേണുകൾ, ഇങ്ങനത്തെ കുറെ നമ്മുടെ ലോജിക് ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളില്ലേ മക്കളെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മെന്റൽ എബിലിറ്റി എന്ന് വരിക. ചുരുക്കി പറഞ്ഞാൽ മാത്സ് ആണ്, എന്നാൽ കുറച്ചും കൂടെ ഒരു മെന്റൽ എബിലിറ്റി നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ സിലബസിന്റെ ഔട്ട് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് മാറ്റിൽ നിന്ന് മാത്രം 90 മാർക്കിന് നിങ്ങൾക്ക് എക്സാമിന് വരും. പിന്നെയുള്ള സാറ്റ് എന്ന് പറയുന്ന ഭാഗം, അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സാറ്റിൽ ഉണ്ടാവുക. സോഷ്യൽ സയൻസ് 35 മാർക്കിന് ചോദിക്കും. സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ 35 മാർക്കിന് ചോദിക്കും കേട്ടോ. മാത്സ് മാത്രം 20 മാർക്ക്. അങ്ങനെ ഒരു 90 മാർക്കാണ് സാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, ഓരോ ചോദ്യത്തിനും ഓരോ മിനിറ്റ് വീതം 90 മിനിറ്റും ആണ് ഓരോ പേപ്പറും ഉണ്ടാവുക കേട്ടോ. അപ്പൊ 90 മാർക്ക് 90 മിനിറ്റ്, അടുത്ത പേപ്പർ 90 മാർക്ക് 90 മിനിറ്റ്, 1.5 മണിക്കൂർ 3 മണിക്കൂർ എക്സാം ആണ്. ഓക്കെ, 180 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇനി ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ടോപ്പിക്സ്, അത്രയും വരെയുള്ള ടോപ്പിക്സ് നല്ലതുപോലെ തറോ ആയിട്ട് പഠിക്കുക. 8ാം ക്ലാസ്സിലെ സിലബസിന്റെ പകുതി വരെ നിങ്ങൾക്ക് NMMS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇത്രയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും. പഠിക്കുമ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക്, SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത്. ആ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരിക, സാറ്റ് എന്ന് പറഞ്ഞ പോർഷൻ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠനം തുടങ്ങേണ്ടത് എങ്ങനെ, ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടേ? ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനാണ് നമ്മൾ RK ജൂനിയർ നിങ്ങളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ, സിലബസ് ആദ്യം മനസ്സിലാക്കുക, എന്തൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതേപോലെ സിലബസ് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ബേസ് ഉറപ്പാക്കുക. ബേസിക് കാര്യങ്ങളൊക്കെ, മാത്സ് ഒക്കെ പ്രത്യേകിച്ച് ബേസിക് ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതെല്ലാം നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. മാറ്റ് 90 മാർക്ക് ഒരൊറ്റ പരീക്ഷ, മാറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പരിപാടിയാണ് 90 മാർക്ക്. സോ അതുകൊണ്ട് കുറഞ്ഞതൊരു 45 മിനിറ്റ് എങ്കിലും ഒരു ദിവസം മാറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ, വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം നിർബന്ധമായും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അതേപോലെ മറ്റ് കുറച്ച് ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ച് പഠിക്കുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മളിങ്ങനെ എല്ലാം അങ്ങനെ വലിച്ചു വാരി പഠിക്കാതെ പോയിന്റ് ആക്കി ചെറിയ ചെറിയ നോട്ട്സ് ആക്കി പഠിച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് NMMS പോലെ ഒരു എക്സാമിന്
ഓപ്ഷൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് എക്സാം ആണ്. 4 ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്ത് ബബിൾ ചെയ്യാണ് വേണ്ടത്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. മൈനസ് മാർക്ക് ഇല്ല. ശരിയാക്കിയാൽ മാർക്ക് കിട്ടും, തെറ്റിപ്പോയാൽ മാർക്ക് പോവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കി പഠിക്കാൻ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ടൈം നല്ല വൃത്തിക്ക് മാനേജ് ചെയ്യുക. ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്താൽ ആ സമയം കൂടെ നിങ്ങൾക്ക് ടഫ് വരുന്ന ക്വസ്റ്റ്യൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ഉത്തരം അറിയില്ലെങ്കിലും ഏകദേശം ഇതാണ് ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വൈൽഡ് ഗസ് എന്ന് പറയുന്ന പരിപാടിയില്ലേ, ഇതാണ് തോന്നുന്ന രീതിയിലുള്ള ആൻസർ, അത് നിങ്ങൾക്ക് ബബിൾ ചെയ്യാം. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ. അറിയാത്ത ചോദ്യം വിചാരിച്ച് ചെയ്യാതിട്ടേച്ച് പോരേണ്ട ആവശ്യം നമുക്കില്ല. ഏകദേശം ഇതാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ശരിയായാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടും. അക്കാര്യം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ കോൺഫിഡൻസ്, അതിപ്പോ NMMS എക്സാം എന്നല്ല, ഏത് എക്സാം ആയാലും നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമുക്കിത് ക്രാക്ക് ചെയ്യണം, ഈ രീതിയിൽ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. RK ജൂനിയർ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞു. ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ വൃത്തിയിൽ അറിയിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കും. മാത്സും മാറ്റും സാറ്റും എല്ലാ ടോപ്പിക്കിൽ നിന്നും പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് ലൈവ് ക്ലാസ്സുകളും അതേപോലെ റെക്കോർഡഡ് സെക്ഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ, നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യണം ഈ വരാൻ പോകുന്ന NMMS എക്സാം. ആ 48,000 രൂപയുടെ സ്കോളർഷിപ്പ് നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ വീട്ടുകാർക്ക് ഒരു സപ്പോർട്ട്, നമ്മളെ പഠിപ്പിക്കാനുള്ള ചെലവ് 4 കൊല്ലത്തേക്ക് എന്റെ ചെലവ് ഞാൻ തന്നെ നോക്കിക്കോളാം അച്ഛ അമ്മേ, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് മാറണം. ഓക്കെ ആണേ? അപ്പൊ നിങ്ങൾ അത്രയും റെഡിയായി നല്ല ആത്മവിശ്വാസത്തോടു കൂടെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യും. ഓക്കെ, RK ജൂനിയറിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യും. ഓക്കെടാ മക്കളെ, ബൈ, സീ യു.